കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ട 2 പേർ കൂടി പിടിയിൽ. പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ മുൻപ് അറസ്റ്റിലായ ആഷിഖ്, ഷാലിഖ് എന്നീ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ സൊഹൈൽ ഷെയ്ഖ്, അശ്വിനി മണ്ഡൽ എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് മൂവാറ്റുപുഴയിൽ നിന്നും പിടികൂടിയത്. ഇവർ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഫോൺ ഡീറ്റെയിൽസ് പരിശോധിച്ചും ഇവർ ഒളിവിൽ പോകാൻ സാധ്യതയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്നിവ കളമശ്ശേരി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. മുൻപ് പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യലിൽ കഞ്ചാവ് ഉറവിടത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പിടിയിലായ ഷാലിഖിന്റെ വീടിനടുത്ത് താമസിച്ച് കോൺക്രീറ്റ് ജോലി ചെയ്തു വരുന്നവരാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ. ഇയാളിൽ നിന്നാണ് ആഷിഖ്, ഷാലിഖ് എന്നിവർ കഞ്ചാവ് മൊത്തമായും ചില്ലറയായും വാങ്ങി പോളി ഹോസ്റ്റലിൽ വിൽപ്പനയ്ക്കെത്തിച്ചത്. മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ മറ്റിടങ്ങളിലേക്കോ ആവശ്യത്തിനായി കഞ്ചാവ് ഇവർ വിറ്റിരുന്നോ എന്നും ഇവർക്ക് ആരൊക്കെയായി കഞ്ചാവ് ലഹരി ഇടപാടുണ്ട് എന്നുള്ള കാര്യവും പരിശോധിച്ചു വരുന്നുണ്ട്. കളമശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ലത്തീഫ് എംപിയുടെ നേതൃത്വത്തിൽ എസ്.ഐ. സെബാസ്റ്റ്യൻ ബി ചാക്കോ, എസ്.ഐ. രഞ്ജിത്ത്, കളമശ്ശേരി എസ്.ഒ.ജി സേനാംഗങ്ങളായ മാഹിൻ അബൂബക്കർ, ഷിബു എന്നിവർ ചേർന്ന് ഇവർ ഒളിവിൽ കഴിഞ്ഞ മൂവാറ്റുപുഴയിലെ അതിഥി തൊഴിലാളി സങ്കേതത്തിൽ നിന്നും അതിസാഹസികമായാണ് ഇവരെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.